പ്രിയ ദൈവപൈതലേ, ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്ന ഒരു വലിയ ഉറപ്പുണ്ട്. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ഇന്ന് മനുഷ്യർ പല പ്രശ്നങ്ങളെയും ഉള്ളിലിട്ടുകൊണ്ട് ആരോടും തുറന്നു പറയാൻ പറ്റാതെ, ആരോടും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റാതെ, അതിലെ മനസ്സിൻ്റെ ഉള്ളിൽ അതിനെ ആക്കി പല 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 രോഗങ്ങൾക്കും പല പല പ്രശ്നങ്ങൾക്കും അടിമകളായി മാറുമ്പോൾ, ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തിൻ്റെ തിരുവചനത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന് സർവശക്തനായ ദൈവം തരുന്ന ഒരു വലിയ പ്രത്യാശയുണ്ട്, ഒരു വലിയ വാഗ്ദത്തമുണ്ട്. നിന്റെ ഭാരങ്ങളെ നീ എൻ്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്തും. പ്രിയ ദൈവ പൈതലേ, നിങ്ങളുടെ പ്രയാസങ്ങൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ വിഷയങ്ങൾ അത് എന്തോ ആയിക്കൊള്ളട്ടെ, അത് നിങ്ങളുടെ ഹൃദയത്തിനകത്തു നിന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ പകരുവാൻ തയ്യാറായി കഴിഞ്ഞാൽ, നിങ്ങളെ കരുതുവാൻ, നിങ്ങളെ കാക്കുവാൻ, നിങ്ങളെ പരിപാലിക്കുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അവിടെ അപ്പസ്തലന്മാർ പറയുന്നൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ, നിങ്ങളുടെ സകല ആവശ്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് സ്തോത്രത്തോടു കൂടി ദൈവത്തോട് പറയാം. അത് എന്ത് വിഷയമോ ആയിക്കോട്ടെ, ഇന്ന വിഷയമെന്നൊന്നുമില്ല പ്രിയമുള്ളവരെ. നിങ്ങൾക്ക് ദൈവത്തോട് എന്ത് വിഷയവും നിങ്ങൾക്ക് സ്തോത്രത്തോടു കൂടി, യാചനയോടുകൂടി, പ്രാർത്ഥനയോടുകൂടി ദൈവത്തെ അറിയിക്കുവാൻ സാധിക്കും. ഏത് നിമിഷവും ആ കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലുവാനുള്ള ഒരു അവകാശം യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വിഷയങ്ങൾ, നിങ്ങളുടെ പ്രയാസങ്ങൾ അത് സ്തോത്രത്തോടു കൂടി ദൈവത്തെ അറിയിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ, തിരുവചനം നമുക്ക് തരുന്ന ഒരു ഉറപ്പുണ്ട്. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം ആ വിഷയത്തിൻ്റെ മേൽ വ്യാപരിക്കും. അത് നമ്മുടെ ബുദ്ധിക്ക് അതീതമായിരിക്കാം, നമ്മുടെ ചിന്തകൾക്ക് അതീതമായിരിക്കാം, മനുഷ്യൻ തരുന്ന സൊല്യൂഷൻസിന് അതീതമായിരിക്കാം. പ്രിയമുള്ളവരെ, എത്ര പരിഹാരമില്ല എന്ന് പറയുന്ന വിഷയമായിക്കോട്ടെ, അത് നിങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ സകല ബുദ്ധിയെയും കവിയുന്നൊരു ദൈവിക സമാധാനം ആ വിഷയത്തിൻ്റെ മേൽ വ്യാപരിക്കും. അതുകൊണ്ട് ആകുലതകളില്ലാതെ, ഭാരങ്ങളില്ലാതെ, ഹല്ലേലൂയ, മറ്റ് മെൻ്റൽ ടെൻഷൻസ് ഒന്നുമില്ലാതെ നമ്മുടെ ഭാരങ്ങളെ നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഈ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച് സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവം നമുക്ക് തരുന്ന ഒരു ഉറപ്പാണ്, ഒരു വാഗ്ദത്തമാണ്. ആ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ നിങ്ങളെ പുലർത്തും. ഹല്ലേലൂയ. ഈ വചനത്താൽ ദൈവം നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തുമാറാകും.